സർക്കാർ ഓഫീസിൽ രാത്രി അനധികൃത താമസം. എറണാകുളം ജില്ലാ വ്യവസായ കേന്ദ്രത്തിലാണ് ഡ്രൈവറുടെ അനധികൃത താമസം. പ്രദീപ് എന്ന ഡ്രൈവറാണ് ഓഫീസ് സമയത്തിന് ശേഷം ഓഫീസിനുള്ളിൽ കഴിയുന്നത്. സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ കഴിയുമ്പോഴാണ് ഓഫീസിനുള്ളിൽ AC ഇട്ട് ഉദ്യോഗസ്ഥന്റെ അനധികൃത താമസം. നിങ്ങളല്ലേ രാത്രി ഇവിടുത്തെ സെക്യൂരിറ്റി? നിങ്ങളിത് സമാധാനം പറയേണ്ടി വരും കേട്ടോ. വ്യവസായ കേന്ദ്രങ്ങളിലേക്ക് പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. സർക്കാർ ഓഫീസിൽ താമസിക്കുന്നുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞിരുന്നു. വാച്ച്മാൻ വേറെ ഉണ്ടല്ലോ നൈറ്റ്. ചേട്ടൻ ഡ്രൈവർ കം പിന്നെ ഇവിടെ ഓഫീസ് അറ്റൻഡന്റ് ആണല്ലോ. ചേട്ടനപ്പം എങ്ങനെ ഈ സർക്കാർ ഓഫീസിൽ താമസിക്കുന്ന രാത്രി? ഇവിടെ താമസിക്കുന്നില്ല. ചേട്ടൻ 6 വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ തന്നെ ഇതിന്റെ അകത്തുനിന്നാണല്ലോ ഇറങ്ങി വന്നത്. എങ്ങനെയാ അപ്പൊ ഈ സർക്കാർ ഓഫീസിൽ താമസിക്കുന്നത്? ചേട്ടൻ ഒരു യൂണിയൻ പ്രവർത്തനമൊക്കെ അല്ലേ? അപ്പൊ എങ്ങനെയാ താമസിക്കുന്ന? ഈ സർക്കാരിന്റെ പൊതുവായിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ എങ്ങനെയാ താമസിക്കുന്ന? നിങ്ങളല്ലേ ഇവിടുത്തെ നൈറ്റ് വാച്ച്മാൻ? ഈ ഓഫീസിന്റെ അകത്ത് എങ്ങനെ ഒരാൾ അനധികൃതമായിട്ട് രാത്രി ഓഫീസർ സമയത്തിന് ശേഷം താമസിക്കുന്നേ? പിന്നെ ഇതിന്റെ അകത്ത് എന്തായിരുന്നു? ഈ ഡോർ അടച്ചിട്ടുകൊണ്ട് ഈ ചേട്ടൻ എന്ത് ചെയ്യുമായിരുന്നു? ചേട്ടനെങ്കിൽ വാ. വിവരങ്ങളുമായി S. ശ്യാംകുമാർ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ശ്യാം, വർഷങ്ങളായി ഇയാൾ ഇതേ ഓഫീസിൽ തന്നെ താമസിക്കുന്നു എന്നാണ് ഈ ദൃശ്യങ്ങളുടെ നിന്നും സംഭാഷണത്തിൽ നിന്നും മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് തീർച്ചയായും അധികൃതർ അറിഞ്ഞു തന്നെ ആയിരിക്കില്ലേ? എന്താണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ? പ്രവിത, കാക്കനാട് ജില്ലാ കളക്ടറേറ്റിന്റെ തൊട്ടടുത്താണ് ഈ ജില്ലാ വ്യവസായ കേന്ദ്രമുള്ളത്. ഞാൻ ഈ ദൃശ്യങ്ങളിൽ കാണിക്കാം. നമ്മളിവിടെ വന്ന് വിളിച്ച ശേഷം ഈ ഓഫീസിനുള്ളിൽ താമസിച്ചിരുന്ന പ്രദീപൻ എന്ന് പറയുന്ന ഡ്രൈവർ ഇറങ്ങി വന്ന് ഇപ്പോൾ ഇരിക്കുന്നത് ഈ സെക്യൂരിറ്റി ജീവനക്കാർക്ക് ഇരിക്കാനുള്ള മുറിയിലിരുന്ന് ആരെയൊക്കെയോ ഫോൺ വിളിച്ചുകൊണ്ട് ഇരിക്കുന്നതാണ് ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇദ്ദേഹത്തെ നമ്മൾ ഫോൺ വിളിച്ചത് ഇവിടുത്തെ ഒരു ഓഫീസിലെ ജീവനക്കാർ ഇരുന്ന പാഴ്സൽ കൊടുക്കാൻ എന്നുള്ള പേരിലാണ്. അവിടെ നിന്ന് ഇദ്ദേഹം ഇറങ്ങി വന്ന് മേഡം പറഞ്ഞതല്ലേ പാഴ്സൽ തരൂ എന്ന് പറഞ്ഞു വന്നപ്പോഴാണ് നമ്മൾ 24-ൽ നിന്നാണ് ചേട്ടൻ എങ്ങനെ ഈ ഓഫീസിന്റെ അകത്ത് ഓഫീസ് സമയം കഴിഞ്ഞ് താമസിക്കുന്നു, അതും ഓഫീസിന്റെ അകത്ത് AC ഇട്ട് മുകൾ നിലയിലെ 2ാം നിലയിലെ AC ഇട്ടൊക്കെയാണ് താമസിക്കുന്നത്. അവിടെ AC പ്രവർത്തിക്കുന്ന ദൃശ്യങ്ങളടക്കം പകർത്തിയ ശേഷമാണ് നമ്മൾ ഇദ്ദേഹത്തെ വിളിച്ചു വരുത്തുന്നത്. ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന താൽക്കാലിക ജീവനക്കാരൻ ഓഫീസിന്റെ ഷട്ടർ തുറന്നുകൊണ്ട് അകത്തേക്ക് ഓടിക്കയറി AC ഓഫ് ചെയ്യാനായിട്ട് മുകളിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തോടും ഈ സെക്യൂരിറ്റി അറിയാതെ എങ്ങനെ ഒരു ഇവിടുത്തെ ജീവനക്കാരൻ ഇത്രയും ഫയലുകൾ ഇരിക്കുന്ന ഒരു ഓഫീസിൽ താമസിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അവർക്കും മറുപടിയില്ല. അവിടെ നിന്ന് അദ്ദേഹം ഓടിയ ഓട്ടമാണ് ഈ മുറിയിൽ കയറി ഇരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തന്നെ ഇദ്ദേഹം ഇവിടെ താമസിക്കുന്നുവെന്ന് വിജിലൻസിന് പരാതി ലഭിച്ചിരുന്നു. കഴിഞ്ഞ ദിവസവും നമ്മളിവിടെ എത്തുമ്പോൾ ഈ ഓഫീസിന്റെ മുകളിൽ AC പ്രവർത്തിക്കുകയും ഇവിടെ ആളുകൾ ഉള്ളതായിട്ട് നമുക്ക് സൂചന ലഭിച്ചിരുന്നു. പക്ഷേ ഇന്നാണ് നമ്മൾ ഈ നമ്പറിൽ വിളിച്ചപ്പോൾ ഈ അടച്ചിട്ട ഓഫീസിന്റെ ഷട്ടർ തുറന്നുകൊണ്ട് ഈ ഉദ്യോഗസ്ഥൻ ഇവിടെ എത്തുന്നത്. നിലവിൽ ഈ വിവരം അറിഞ്ഞ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ഉദ്യോഗസ്ഥൻ ഇവിടെ തന്നെ താമസം നിങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു? ഞാൻ ഇവിടെ തൃക്കാക്കര മുനിസിപ്പൽ കൗൺസിലറാണ്. എന്റെ ഡിവിഷനാണ് ഈ കമ്മീഷൻ വെച്ചിരിക്കുന്നത്, ഈ വ്യവസായ കേന്ദ്രം ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞ സംസ്ഥാന ഗവൺമെന്റ് കയ്യിൽ ആശമാർക്ക് കൊടുക്കാൻ പണമില്ല, ഖജനാവിൽ പണമില്ല എന്ന് പറയുമ്പോൾ 2019 കാലഘട്ടം മുതൽ ഇദ്ദേഹം ഇവിടെ താമസിക്കുന്ന ആളാണ്. AC ഫുൾ ടൈം വർക്ക് ചെയ്യുക. പല പ്രാവശ്യങ്ങളും ഇവിടെ വന്ന് പറഞ്ഞാൽ ഇത് ജീവനക്കാരാണ്, രാത്രി എന്ത് അത്യാവശ്യം വന്നാണ് എന്നാണ് ഇവിടെ പറയാറ്. ഈ സർക്കാരിന്റെ പൊതുമുതൽ കട്ടുമുടിക്കൽ ഇവർ ചെയ്യുക. AC അവിടെ ഉപയോഗിക്കുന്നു, ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നു, ഇതിന്റെ ഫാൻ ഉപയോഗിക്കുന്നു. രാത്രി മുഴുവൻ ഈ ഓഫീസ് അസിസ്റ്റന്റ് ഇദ്ദേഹത്തിന് വീട്ടിൽ പോയ എന്താ കുഴപ്പം? രാത്രി ഇവിടെ കിടക്കാൻ. ഇപ്പൊ നിങ്ങൾ തൊട്ടുമുകളിൽ ഷട്ടർ കൊടുക്കുന്ന ആൾ കയറി പോണത്. ഇവിടെ എന്ത് സുതാര്യതയുള്ളത്? എന്ത് അടച്ചുറപ്പ് ഇവിടെ ഉള്ളത്? ഗവൺമെന്റ് ഓഫീസല്ലേ ഇത്? ഞങ്ങൾ വിളിച്ചു. ഞങ്ങളിപ്പോൾ ഇവിടെ നിന്നും സംസാരിക്കാൻ ശ്രമിച്ചിട്ടൊന്നും പുള്ളിയൊന്നും ഒരു തരത്തിലും റെസ്പോണ്ട് ചെയ്യുന്നില്ല നമ്മളോടൊന്നും. ഇത് സ്ഥിരമായിട്ട് ഇവിടെ നടക്കുന്ന പലതവണ പരാതി കിട്ടിയിട്ടുണ്ട് നമുക്കൊക്കെ. അപ്പോഴൊക്കെ ഞങ്ങൾ അന്വേഷിക്കുമ്പോൾ ഇയാളൊരു ദാക്ഷ്യത്തോടു കൂടിയാണ് എല്ലാവരോടും പെരുമാറുന്നതും. പുള്ളിക്ക് താമസിക്കാൻ അവിടെ ഒരു റൂമുണ്ട്, അവിടെ ഇരിക്കാനും വിശ്രമിക്കാനൊക്കെ റൂമുണ്ട്. എന്നാലും ഈ 2ഉം 3ഉം AC ഒരുമിച്ച് പ്രവർത്തിപ്പിച്ച് അതിന്റെ ഉള്ളിൽ നിന്ന് പൊതുമുതൽ നമ്മൾ ഓരോരുത്തരെയും പൈസയാണ് ഈ നശിപ്പിച്ച് ദൂർത്തടിച്ച് കളയുന്നത്. അപ്പൊ ഇതിനൊന്നും ഒരു അറുതി വരുത്താൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് വന്നത്. ഇത് 2-3 തവണ ഞങ്ങൾ വന്നു. ഇതിനൊരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. പ്രവിത, നമ്മളിവിടെ വരുമ്പോൾ ഈ ഓഫീസിന്റെ മുകൾ നിലയിൽ AC പ്രവർത്തിച്ചു. അത് 3-2ന്റെ AC ആണെന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത്. ആ AC പ്രവർത്തിച്ചുകൊണ്ടാണ് ഇരുന്നത്. അവിടെ നിന്ന് ഷട്ടർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന ഉദ്യോഗസ്ഥനോട് ഈ ഓഫീസിനുള്ളിൽ എന്ത് ചെയ്യുകയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ഓടുകയായിരുന്നു. പിന്നാലെ ഇവിടെ വന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശൈലജ ഈ വിവരം അറിഞ്ഞ ഇവിടുത്തെ ഓഫീസർ ഇവിടെ വന്നിരുന്നു. അവരോട് ചോദിച്ചപ്പോൾ ഇവിടെ എന്തോ പണിക്ക് വേണ്ടി കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. പക്ഷേ പണിക്കാരില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ അവരിവിടെ നിന്ന് സ്ഥലം വിടുകയായിരുന്നു. ഏതായാലും ഇവിടെ ഇപ്പോൾ ഈ ഉള്ള ഉദ്യോഗസ്ഥൻ ഓടിക്കയറിയ ഓഫീസിന്റെ
ഓഫീസിന്റെ അകത്തിരിക്കുകയാണ്. ഇത്രയും നാളായിട്ട് ഈ ഒരു പൊതു ഓഫീസിന്റെ അകത്ത് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ, അതും ഓഫീസ് സമയം കഴിഞ്ഞുള്ള സമയത്ത് ഈ സംവിധാനങ്ങൾ പ്രവർത്തിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇദ്ദേഹത്തെ ന്യായീകരിക്കാനായിട്ട് വന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇവിടെ നിന്ന് പോയത് ഈ പണിക്ക് കൊണ്ടുവന്നു എന്ന് പറയുന്ന പണിക്കാരില്ലാതെ ഈ ഡ്രൈവർ, അത് HR ഉൾപ്പെടെ വാങ്ങുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം സ്ഥിരം ജീവനക്കാരനാണ്. സർവീസ് ചട്ടങ്ങൾ പ്രകാരം പോലും 5 മണിക്ക് ശേഷം ഓഫീസിനുള്ളിൽ ഒരു കാരണവശാലും മുതിർന്ന ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യമില്ലാതെ ഇവർക്ക് കയറാനോ മറ്റു ജോലികൾ ചെയ്യാനോ സാധിക്കില്ല. കാരണം നിരവധി ഫയലുകളുള്ള ഓഫീസാണ്, പ്രത്യേകിച്ച് സംരംഭകരെ സംബന്ധിച്ച്. അത്തരം ഫയലുകളുള്ള ഒരു ഓഫീസിലാണ്. നിരവധി ഫയലുകളുള്ള ഓഫീസാണ്. ശ്യാം, ഈ ഓഫീസിന്റെ താക്കോലൊക്കെ സാധാരണ ആരെയാണ് ഏൽപ്പിക്കാറുള്ളത്? അങ്ങനെയെങ്കിൽ ഈ ഉദ്യോഗസ്ഥരൊക്കെ അറിഞ്ഞു തന്നെ ആയിരിക്കില്ലേ ഈ താമസം ഇത്രയും നാളായി? പ്രവിധ, ഇവിടെ ഈ ഒരു നൈറ്റ് വാച്ച്മാൻ, താൽക്കാലിക നൈറ്റ് വാച്ച്മാൻ ഉണ്ട്. അയാൾക്ക് പോലും ഓഫീസ് പൂട്ടിക്കഴിഞ്ഞാൽ ആ ഓഫീസിന്റെ അകത്ത് കയറേണ്ട ആവശ്യമില്ല. കാരണം പുറത്തിരിക്കേണ്ട ആവശ്യം മാത്രമാണുള്ളത്. പക്ഷേ അതില്ലാതെ ഈ ഡ്രൈവറെയും വിളിച്ചുകൊണ്ട് ഈ ഓഫീസിന്റെ അകത്ത് AC ഇട്ട് കിടക്കുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. നമ്മൾ വിളിക്കുമ്പോൾ ഇവർ രണ്ടുപേരും കൂടിയാണ് അതിന്റെ അകത്തുനിന്ന് ഒന്നിനു പുറകെ ഒന്നായി പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോഴാണ് നമ്മൾ ചോദിക്കുന്നത്, ഇത് നമ്മൾക്ക് ഇങ്ങനെ ഒരു വിവരം ലഭിച്ചിരുന്നു, നമ്മൾ 24 ചാനലിൽ നിന്നാണ്, നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ സർക്കാർ ഓഫീസിനുള്ളിൽ ഓഫീസ് സമയത്തിന് ശേഷം കിടക്കാൻ സാധിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴാണ് അദ്ദേഹം ഓടുകയാണ്. അദ്ദേഹം ഒരു മറുപടി പോലും പറയാതെ ഓടിക്കയറി ഇരിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അങ്ങനെ വർഷങ്ങളായി വാടക കൊടുക്കാതെ സർക്കാരിന്റെ പൊതുമുതലിൽ നിന്നുള്ള പണം ഉപയോഗിച്ച് AC മറ്റുമിട്ട് സുഖിച്ചു കഴിയുന്ന ഒരു ഉദ്യോഗസ്ഥനെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോഴും അദ്ദേഹം ആ ഓഫീസിനുള്ളിൽ കയറി ഇരിക്കുന്ന ഒരു കാഴ്ചയാണുള്ളത്. ഇത്രയും വലിയൊരു ഓഫീസിൽ ഒരു സർക്കാർ ജീവനക്കാരൻ ഓഫീസ് സമയത്തിന് ശേഷം വന്ന് രാത്രി എങ്ങനെ കിടക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം സർക്കാർ ശമ്പളം നൽകി മാസം കൃത്യമായി ശമ്പളം മേടിക്കുന്ന ഇവരൊക്കെയാണ് ഈ ഒരു ഓഫീസ് സംവിധാനത്തെ ദുരുപയോഗം ചെയ്യുന്നത്. അത് ഇവിടെ വന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറോട് നമ്മൾ ചോദിച്ചപ്പോൾ അവരും പറയുന്നുണ്ട് ഓഫീസിനുള്ളിൽ കിടക്കാൻ അനുമതിയില്ല. 2022 അവർ ഇവിടെ വന്ന ശേഷം ഇദ്ദേഹം, ഈ പ്രദീപ് എന്ന് പറയുന്നയാൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് അവർ പറഞ്ഞിട്ട് അവരിവിടെ നിന്ന് വളരെ വേഗത്തിൽ കയറി പോവുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഒരു സർക്കാർ ഓഫീസിൽ നടക്കുന്ന രാത്രികാല കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതും ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട യൂണിയൻ പ്രവർത്തകൻ കൂടിയായ പ്രദീപൻ എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു ഉദ്യോഗസ്ഥന്റെ ഇടപെടലിനെതിരായിട്ടാണ് ഇപ്പോൾ ഈ പ്രതിഷേധങ്ങൾ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ ഇവിടുത്തെ കൗൺസിലർമാരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇവിടെ പ്രതിഷേധം നടക്കുന്നത്. ഏതായാലും ഒരു സർക്കാർ ഓഫീസിൽ ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് രാത്രിയിൽ കാക്കനാട് എറണാകുളം ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ നടന്നിരിക്കുന്നത്. ശരി, ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്. സർക്കാർ ഓഫീസിൽ രാത്രി അനധികൃത താമസം. എറണാകുളം ജില്ലാ വ്യവസായ കേന്ദ്രത്തിലാണ് ഡ്രൈവറുടെ അനധികൃത താമസം. വിവരങ്ങളാണ് ശ്യാംകുമാർ നൽകിയത്.